വ്യാഴാഴ്ച വളരെ വൈകിയുള്ള കണക്കനുസരിച്ച് 78.27% കേരളത്തിലെ വോട്ടിംഗ്. ഈ ഉയർന്ന ശതമാനം ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശതമാനമാണ്. 1987 ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കേരളത്തിലുണ്ടായത് 80.54. ഇത്തവണത്തെ ഈ ഉയർന്ന ശതമാനം അല്ലെങ്കിൽ കനത്ത പോളിംഗ് സത്യം പറഞ്ഞാൽ ഉച്ചവരെയൊക്കെ ജനം ഇങ്ങനെ ഒഴുകി വന്ന് കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു. ഇതിന്റെ ഗുണം, ഈ ഉയർന്ന ശതമാനത്തിന്റെ പ്രയോജനം LDFനാണോ UDF എന്ന ചർച്ച ഇപ്പോഴ് നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF അവർക്ക് മുൻതൂക്കം കിട്ടുമെന്നും അല്ല UDF അവർക്ക് മുൻതൂക്കം കിട്ടുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അതെന്ത് വായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ ഈ കേരളത്തിലെ ഉയർന്ന ശതമാനം ചർച്ച ചെയ്യുമ്പോൾ ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന അസമിലെയും പുതുച്ചേരിയിലെയും ശതമാനം കൂടെ നോക്കേണ്ടതുണ്ട്. അസമിലത് 84.42%, പുതുച്ചേരിയിൽ 89%. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ കണക്കുകൾ ഇന്നലെ വളരെ വൈകി ഇലക്ഷൻ കമ്മീഷൻ തന്ന കണക്കാണ്. അതിനുശേഷം പോലും ആ പോളിംഗ് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്ന് യഥാർത്ഥ കണക്കുകളിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. അവസാന കണക്കുകൾ ഇതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായേക്കാം, അല്പം കൂടിയേക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അസമിലെയും ഈ പുതുച്ചേരിയിലെയും ഈ ഉയർന്ന ശതമാനം ഇതൊക്കെ ആരും പ്രതീക്ഷിച്ചതാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു പാറ്റേൺ ഈ 3 സംസ്ഥാനങ്ങളിലും ഒരുപോലെ പ്രകടമായി. കേരളത്തിലെ വലിയ തോതിൽ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നു, അസമിലും പുതുച്ചേരിയിലും ഒക്കെ അത് തന്നെ സംഭവിക്കുന്നു. ഇത് നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിഷേധ വോട്ടിന്റെ സൂചനകളാണോ, അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ട് പ്രതിഫലിച്ചത് കൊണ്ടാണോ ഇത്തരത്തിൽ വലിയ തോതിൽ വോട്ടിംഗ് നടന്നത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കേരളവും ഈ 2 സംസ്ഥാനങ്ങളുമായിട്ട് പല സാമ്യങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് അസമുമായിട്ട്. അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിന് നമ്മുടെ പിണറായി വിജയനുമായിട്ട് ധാരാളം സാമ്യങ്ങൾ കാണാൻ സാധിക്കും. അവരുടെ പ്രവർത്തന രീതികളിൽ, അവരുടെ പെരുമാറ്റത്തിലൊക്കെ ധാരാളം സാമ്യങ്ങൾ. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അസമിലെ ഒരു പ്രമുഖ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി പിണങ്ങിയാണ് 2015 ഓഗസ്റ്റ് മാസത്തില് കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തുന്നത്. രാഹുൽ ഗാന്ധി അന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ഗോഗോയ് ഗ്രൂപ്പിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള രാജിക്ക് കാരണമായിട്ട് പറഞ്ഞത്. അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടെന്നൊക്കെ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പേരിൽ കോൺഗ്രസ് വിടുകയും BJPയിൽ അഭയം തേടുകയും ചെയ്ത ആളാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. ക്രമേണ അദ്ദേഹം അസം BJPയുടെ ചുക്കാൻ അല്ലെങ്കിൽ അതിന്റെ ചരട് കൈവശമാക്കി. ആ സമയത്ത് അസമിലെ BJPയുടെ നേതാവ് സർബാനന്ദ് സോനോവാൾ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടുത്തെ ഒരു അനിഷേധ്യനായ നേതാവായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് ചെല്ലുമ്പോൾ അമിത്ഷാ ഒക്കെയാണ് അതിനെ ചരട് പിടിച്ചത്. അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിന്, കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി BJPയിലേക്ക് കൊണ്ടുവരുന്നതിൽ അമിത്ഷായൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോ ഈ സോനോവാളിനെ, സർബാനന്ദ് സോനോവാളിനെ ഒതുക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാണ് ഹിമന്ത ബിശ്വ ശർമ്മ വരുന്നത്. സോനോവാളിനെ കേന്ദ്ര മന്ത്രിയായി മാറ്റിക്കൊണ്ടാണ്, ഡൽഹിയിലേക്ക് നാട് കടത്തിക്കൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ അവിടെ വഴിച്ചത്. ക്രമേണ അദ്ദേഹം പാർട്ടി പിടിച്ചെടുത്തു. അദ്ദേഹം എതിരറ്റ നേതാവായിട്ട് മാറി. സോനോവാളിനെ അസമിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ഒതുക്കി. അദ്ദേഹത്തിന്റെ ആളുകൾക്ക് പാർട്ടിയിൽ യാതൊരു സേയും ഇല്ലാതെ വന്നു, അല്ലെങ്കിൽ അവരുടെ ശബ്ദം അവിടെ പരിഗണിക്കപ്പെട്ടതേ ഇല്ല. പാർട്ടി മുഴുവൻ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കയ്യിലായിരുന്നു. അത് മാത്രമല്ല, വളരെ പ്രകോപനപരമായ, അല്ലെങ്കിൽ പാർട്ടിക്ക് പോലും ക്ഷീണം വരുത്തുന്ന രീതിയിലുള്ള നിരവധി പരാമർശങ്ങള്, പ്രസംഗങ്ങള്, പ്രസ്താവനകള് ഇതൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അഹന്തയും ധാർഷ്ട്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അസമിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയ ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പിണറായി വിജയനുമായിട്ട് വലിയ സാമ്യങ്ങളുണ്ട്. പിണറായി വിജയൻ ചെറുപ്പം മുതലേ പാർട്ടിയിലെ പ്രവർത്തകനായിട്ട് വന്ന് ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, അങ്ങനെ അധികാരത്തിന്റെയോ അല്ലെങ്കിൽ പദവിയുടെയോ പടവുകളൊക്കെ കടന്ന ആളാണ്. ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് വന്ന് BJPയുടെ അനിഷേധ്യ നേതാവായി മാറിയ ആളാണ്.
ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. പക്ഷെ മറ്റ് പല പ്രകൃതങ്ങളില് അല്ലെങ്കിൽ സ്വഭാവ രീതികളില് പെരുമാറ്റ വിശേഷങ്ങളിലൊക്കെ രണ്ടുപേരുമായിട്ട് തുല്യരായിരുന്നു. പക്ഷെ ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഡാഷ്മോൻ എന്ന് വിളിച്ചിട്ടില്ല എന്ന വ്യത്യാസമേ അവർ തമ്മിൽ കാര്യമായിട്ട് ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ നാളുകളിൽ അസമിൽ BJPക്ക് യാതൊരു എതിരുമില്ല എന്നാണ് കരുതിയത്. പക്ഷെ അതിനുശേഷം വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ നിരവധി സന്ദർശനങ്ങൾ അവിടെ ഉണ്ടായി. അവിടെയൊക്കെ ഉണ്ടായ ആൾക്കൂട്ടം അത്ഭുതകരമായിരുന്നു. അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം നടത്തുന്നതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് അവിടെ സാധിച്ചു. അതിനെ തുടർന്നാണ് വലിയ പോളിംഗ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് പുതുശ്ശേരിയിലും കാണാൻ പറ്റുന്നത്. അവിടെ കോൺഗ്രസ് വിട്ട NR കോൺഗ്രസ് ഉണ്ടാക്കിയ രംഗസ്വാമിക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസും DMKയും ചേർന്നാണ് രംഗസ്വാമിയുടെ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. അപ്പോ നമ്മളിത് ഈ 3 സംസ്ഥാനങ്ങളിലെ വോട്ടിങ്ങിന്റെ ശതമാന കണക്കുകൾ നോക്കുമ്പോൾ വലിയ തോതിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ വിധിയെഴുത്താണോ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉയർന്ന ശതമാനത്തിന് ഒരു കാരണമായിട്ട് പറയുന്നത് സമഗ്ര വോട്ടർ പരിഷ്കരണമാണ്. യോഗ്യതയില്ലാത്ത പലരും അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ പേരുകൾ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവര് അങ്ങനെ വോട്ടർമാരാകാൻ അർഹതയില്ലാത്ത പലരെയും മാറ്റി അവരെയൊക്കെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടന്നത്. കേരളത്തിൽ തന്നെ 8.57 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നിലവിലുണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത്രയും കുറവ് വന്നത് വോട്ട് ശതമാനം വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ടാവാം. പക്ഷെ അത് മാത്രമാണോ അതിന്റെ കാരണമെന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊന്നുമല്ലാതെ കേരളത്തില് മറ്റു രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞില്ല, ഈ വോട്ടർ പരിഷ്കരണം അതിലൊരു ഘടകമാണ്. ചില മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരമടക്കം വലിയ പോരാട്ടം മുന്നണികൾ തമ്മിൽ നടന്നത്. അങ്ങനെ ത്രികോണ മത്സരത്തിന്റെ സ്വഭാവമില്ലാത്ത സ്ഥലങ്ങളിൽ LDFും UDFും തമ്മിലുണ്ടായ നേരിട്ടുള്ള ഈ പോരാട്ടം കനത്ത മത്സരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ളവ ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ എന്തോ ചെയ്യണമെന്ന് നിശ്ചയിച്ച് ഉറച്ച് വന്നതുപോലെ ഒരുതരം വാശിയോടെ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. പലപ്പോഴും വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ പോലും ഇത്തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിശ്ചയബോധത്തോടുകൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അതിനെ അവര് പ്രേരിപ്പിച്ചത് എന്നത് ഇതാണ് ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം. കേരളത്തിലെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കൂടിയാൽ അത് UDFിനെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ LDFിനെ പിന്തുണയ്ക്കും എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നതിൽ വലിയ അർത്ഥമില്ലെന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ പറയുന്നത്. നമുക്കറിയാം, LDF ആയാലും UDF ആയാലും കോൺഗ്രസോ CPMോ മുസ്ലിം ലീഗോ BJPയോ ഏത് പാർട്ടിയുമാവട്ടെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് അവരുടെ പാർട്ടിക്ക് അവരുടെ മുന്നണിക്ക് അവരുടെ പെട്ടിയിൽ വന്ന് വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി നയിക്കുന്ന സർക്കാരിൻ്റെയോ പോരായ്മകളോ വീഴ്ചകളോ ബലഹീനതകളോ ഒന്നും അവരെ ബാധിക്കില്ല. അവരവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു വിഭാഗം നിഷ്പക്ഷരായ ആളുകളുണ്ട്, നിഷ്പക്ഷ വോട്ടർമാർ. അവരുടെ തീരുമാനമാണ് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗതി അല്ലെങ്കിൽ ഫലം നിശ്ചയിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും പാർട്ടിയോട് കൂറുണ്ടായിട്ടോ ആഭിമുഖ്യം ഉണ്ടായിട്ടോ വന്ന് വോട്ട് ചെയ്യുന്നതല്ല. അതത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സംസ്ഥാനത്തെ മറ്റ് സാമ്പത്തികമായ അല്ലെങ്കിൽ വികസനപരമായ കാര്യങ്ങൾ, ഈ മേഖലയിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കി അവർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നണിയുടെയോ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഒക്കെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. പറഞ്ഞാലും അവരെ പാർട്ടി പരിഗണനകളോ അല്ലെങ്കിൽ ഏത് സർക്കാരാണ്, എൻ്റെ പാർട്ടിയുടെ സർക്കാരാണോ അല്ലയോ എന്നുള്ള ഒന്നും ബാധിക്കാറില്ല. നിഷ്പക്ഷരായ ഈ വോട്ടർമാരുടെ തീരുമാനമാണ് പലപ്പോഴും ഫലത്തിൽ പ്രതിഫലിക്കുക. ഇവിടെയും യാതൊരു സംശയമില്ല, അത്തരത്തിലുള്ള നിഷ്പക്ഷരായ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതാണ് അവരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത് എന്താണ് എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിശ്ചയിക്കുക. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ഉയർന്ന പോളിംഗ് ശതമാനമല്ല, പോളിംഗ് ശതമാനം ഉയരാൻ ഇടയാക്കിയ കാരണങ്ങളും സാഹചര്യങ്ങളുമാണ് ഫലത്തെ നിശ്ചയിക്കുക.
നമ്മുടെ കേരളത്തിലെ ചരിത്രം തന്നെ നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ 1987 ഏറ്റവും ഉയർന്ന ശതമാനം ഉണ്ടായത് 80.54. അന്ന് 82 മുതൽ ഭരണത്തിലിരുന്ന കെ കരുണാകരനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അല്ലെങ്കിൽ ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വലിയ ശതമാനം വന്നപ്പോഴും ജയിച്ചത് LDF ആണ്. 2011 75.26% പോളിംഗ് നടന്നു. അന്ന് UDF ജയിച്ചു. അതൊരു മികച്ച പോളിംഗ് ശതമാനമായിരുന്നു. പിറ്റേ തെരഞ്ഞെടുപ്പിൽ 2016 77.35% വന്നു പോളിംഗ്. അന്ന് LDF ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 16 തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനം കുറവായിരുന്നു. 76% അന്ന് LDF പിണറായി വിജയന്റെ തുടർ ഭരണമുണ്ടായ ആ തെരഞ്ഞെടുപ്പ്. അന്ന് ഒരു ആന്റി ഇൻകുംബൻസി ഫാക്ടർ പിണറായി വിജയനെതിരായിട്ട് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രളയം, അതിനുശേഷം വന്ന കോവിഡ്, ഈ രണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗവൺമെന്റ് എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊരു തോന്നല് അതായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു എതിർ മനോഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു തുടർ ഭരണം കിട്ടി. ഞാൻ പറഞ്ഞത് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പെർസെൻറ്റേജ് വന്നിട്ടുള്ളപ്പോഴൊക്കെ UDF ജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ LDF ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട നിശ്ചയിച്ചത് വാസ്തവത്തിൽ UDF ആയിരുന്നു. അവര് ഉദ്ദേശിച്ച രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നീങ്ങിയത്. പക്ഷെ അതേസമയം LDF ആവട്ടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് ആവിഷ്കരിച്ചത്. പക്ഷെ അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള ഘടകങ്ങൾ നിരവധി ഘടകങ്ങൾ, സ്വർണ്ണ കവർച്ച, അതുപോലെ സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വലിയ തോതിലുള്ള വിലക്കയറ്റം, സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധിക്കാരം, ധാർഷ്ട്യം, അഹന്ത, കോടാനുകോടികൾ പൊടിപിടിച്ചുകൊണ്ട് നടത്തിയ PR എക്സർസൈസുകൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, വലിയ തോതിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ, ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരിക്കലും സംഭവിക്കാത്തതുപോലെ പാർട്ടിക്കുള്ളിൽ CPM-നുള്ളിൽ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് പിണറായിക്കെതിരായി അല്ലെ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് ഉണ്ടായ കാഴ്ച നമുക്കറിയാം. സുധാകരൻ അടക്കമുള്ളവര്, കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ ഗോവിന്ദൻ, തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ, ഇവിടെയൊക്കെ പാർട്ടിയിലെ വളരെ പ്രമുഖരായ നേതാക്കൾ തന്നെ CPM-നെതിരെ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വന്നത്. ഇതൊക്കെ ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കിയ അല്ലെങ്കിൽ LDF-നെ പ്രതിരോധത്തിലാക്കിയ ഘടകങ്ങളാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഈ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഇന്നലെ വോട്ട് ചെയ്ത 78.27% വോട്ടർമാരിൽ ഭൂരിപക്ഷം ചിന്തിക്കുമോ, ആഗ്രഹിക്കുമോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സർക്കാരിനും CPM-നും എതിരായിട്ടുള്ള ഘടകങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ, അഥവാ ഈ ഭൂരിപക്ഷം ആളുകളെ അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ സർക്കാരിന്റെ ഈ വികസന പരിപാടികളിൽ ഊന്നിയ പ്രചാരണത്തിന് സാധിച്ചിട്ടുണ്ടാവുമോ? ഇതാണ് ചർച്ചാ വിഷയം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാർ വിരുദ്ധ മനോഭാവം അല്ലെങ്കിൽ ഭരണവിരുദ്ധ മനോഭാവം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോളിങ്ങിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം നിരീക്ഷിക്കുന്നതിന്. അതാണ് നടന്നതെങ്കിൽ UDF-ന് വളരെ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ മധ്യ കേരളത്തിലും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കുന്നതിന് UDF-ന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ UDF ഒരുപക്ഷെ പിന്നാക്കം പോകാനുള്ള സാധ്യതകളും നമ്മളെ ഈ വോട്ടിംഗ് ശതമാനക്കണക്കുകൾ പരിശോധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സ്ത്രീ വോട്ടർമാർ എങ്ങനെയായിരിക്കാം വോട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ ബിഹേവിയർ ഇവിടെ എങ്ങനെയായിരുന്നിരിക്കണം. UDF ഇത്തവണ സ്ത്രീ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് കൂടുതലായിട്ട് നടത്തിയത്. അവർ മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ അവർ പ്രാധാന്യം നൽകിയിരുന്നതും സ്ത്രീകൾക്കായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ ക്ഷേമത്തിനായിരുന്നു. അതെങ്ങനെ UDF-ന് അനുകൂലമായിട്ടുണ്ടാവും എന്നുള്ളതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. CPM-ന് 67 MLA-മാരാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ജയിച്ചു വരുമെന്ന് CPM-ഓ അല്ലെങ്കിൽ LDF-ഓ പോലും കരുതുന്നില്ല. ഒരു 45 സിറ്റിംഗ് MLA-മാർ ജയിക്കുന്നു എന്ന് കരുതുക. ബാക്കിയുള്ള 26 MLA-മാര്, ഭൂരിപക്ഷം കിട്ടുന്നതിനുള്ള ബാക്കി 26 MLA-മാരെ സംഭാവന ചെയ്യാൻ മറ്റു ഘടകകക്ഷികൾക്ക് സാധിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം BJP-യും CPM തമ്മിലുള്ള അന്തർധാര അല്ലെങ്കിൽ ഡീല്, അവർ തമ്മിൽ ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു.
നമുക്കറിയാം ഏതാണ്ട് 31 മണ്ഡലങ്ങളിലാണ് എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് കണക്കാക്കി BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 20% വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളാണ് ഈ 31 ഇവിടെ പരമാവധി ശക്തി തെളിയിക്കുക, പറ്റുമെങ്കിൽ 4-5 സീറ്റുകൾ നേടുക. ബാക്കി സീറ്റുകളിൽ CPM-നെ സഹായിച്ചതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന ചിന്ത, അങ്ങനെ ഒരു ധാരണ BJP ഈ തെരഞ്ഞെടുപ്പിൽ പുലർത്തിയിട്ടുണ്ടോ? അതാണ് ഈ ഡീലിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. 31 സീറ്റുകളിലെ പരമാവധി വോട്ട്, അതിൽ 3-4 എണ്ണം ജയിക്കുക, ബാക്കിയുള്ളത് CPM ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ബാക്കി സീറ്റുകളിൽ അവര് CPM-ന് വോട്ട് മറിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ മൊത്തത്തിലുള്ള വോട്ട് ഷെയറിനെ ബാധിക്കും. അങ്ങനെ വോട്ട് ഷെയറിൽ വലിയ ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ അത് നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ആരോപണമായിട്ട് മാറുകയും ചെയ്യും. മറിച്ചൊരു സിനാരിയോ ആലോചിക്കുകയാണെങ്കിൽ ഈ 31 മണ്ഡലങ്ങൾ BJPക്ക് ശക്തി ഉണ്ട് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ, ഈ മണ്ഡലങ്ങളിൽ അവർ പ്രധാനമായിട്ട് മത്സരിക്കുന്നത് CPM-നെതിരായിട്ടാണ്. ഉദാഹരണത്തിന് നേമം, കാട്ടാക്കട, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങൾ, അവിടെ അവർ മത്സരിക്കുന്നത് പ്രധാനമായിട്ടും CPM-നെതിരായിട്ടാണ്. അതായത് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള 4-5 സീറ്റുകളിൽ പെടുന്നതാണ് ഇതൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഈ ഡീൽ വർക്കൗട്ട് ആവുക എന്ന ഒരു സംശയം. പക്ഷേ അങ്ങനെ ഒരു ധാരണ, അന്തർധാര ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയമില്ലാതെ UDF-നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ അസമിന്റെയും പുതുച്ചേരിയുടെയും കേരളത്തിന്റെയും കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പുതിയ പ്രതീക്ഷ കൈവന്നിട്ടുണ്ട്. ഉയർന്ന ശതമാനത്തിൽ അവർ സംതൃപ്തരാണ്. ഈ 3 സംസ്ഥാനങ്ങളിൽ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധിച്ചാൽ അത് ദേശീയ തലത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഉത്തേജക മരുന്നായി മാറും.